വേണുഗോപാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തിന് ഫുഡ് പോയിസൺ അടിച്ച് 4 ദിവസം കിടക്കേണ്ടി വന്നുകൊണ്ടില്ലേ? അല്ലെങ്കിൽ മുൻപ് ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ ആയിരുന്നല്ലോ. അതിന് മുമ്പ് രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ 19 ദിവസക്കാലം കേരളത്തിലല്ലായിരുന്നു പര്യടനം നടത്തിയത്. ഭാരത് ജോഡോ യാത്ര 1 വർഷം മുമ്പല്ലേ നടന്നത്. അതിന്റെ ഇമ്പാക്ട് ഇപ്പോൾ നിൽക്കുകയല്ലേ കേരളത്തിൽ. 19 അന്നത്തെ പരാതി ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി ഇവിടെ ചെലവഴിക്കുന്നതല്ലോ. 19 ദിവസമല്ലേ രാഹുൽ ഭാരത് ജോഡോ യാത്ര. എവിടെയാ പോകാത്ത? എല്ലാ മുക്കിലും മൂലയിലും രാഹുൽ ഗാന്ധി പോയതല്ലേ. ഇപ്രാവശ്യം അദ്ദേഹം 5 പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു. ഇവിടെ 20 പാർലമെന്ററി കോൺഫറൻസിൽ 5 പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു അദ്ദേഹം. അല്ല, അവസാനത്തെ 3 എണ്ണം പിന്നെ കൃത്യമായിട്ടും പിന്നെ വരേണ്ടതായിരുന്നു. അപ്പൊ ഇത് വന്നുകൊണ്ടാണ്. അത് ശരി. ഇത്തരം ചോദ്യങ്ങളെ അതേ മലപ്പുറത്ത് വരാനും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. 2ാം ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വയനാട് പരിപാടിയോടനുബന്ധിച്ച് മലപ്പുറത്ത് പൊന്നാനിയിൽ പ്രോഗ്രാം വെച്ചിരുന്നു. കൃത്യമായിട്ട് വെച്ചിരുന്നു. അത് ക്യാൻസലായി പോയത് അസുഖം വന്നുകൊണ്ട്. അതിപ്പം അസുഖം വരാൻ താങ്കൾ പറഞ്ഞ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടോ കാരണം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചു ആ ഒരു പ്രസ്താവനയാണ് ഈ കാലത്തുകളുടെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് നിങ്ങൾ കൂട്ടി വായിക്കണം. രാഹുൽ ഗാന്ധിയുടെ DNA എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത് രാജീവ് ഗാന്ധിയാണ്. ഈ രാജ്യത്തിന് വേണ്ടി ചിന്നിച്ചിതറി മരിച്ചുപോയ രാജീവ് ഗാന്ധിയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജീവ് ഗാന്ധിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കൊടുത്താൽ കിട്ടും. എന്താ കൊടുത്തത്? ഗോവിന്ദ മോശം പറഞ്ഞത് എന്താ കൊടുത്തത്? രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം അതും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോഴിക്കോട് പ്രസംഗം ഞാൻ അടുത്തുണ്ട്, ഇവരെല്ലാം ഉണ്ടായിരുന്നു. കോഴിക്കോട് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോഡിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ, ഹേമന്ത് സോറനെ, അരവിന്ദ് കെജ്രിവാളിനെ, അവർ കുറ്റവാളികളായിട്ടല്ല, അവരെ ജയിലിലിട്ടു. എന്നെ 58 മണിക്കൂർ ചോദ്യം ചെയ്തു. BJP പറയുന്ന ഒരുപാട് കേസുണ്ട് കേരളത്തിൽ. പക്ഷെ ഒരു നിമിഷം പോലും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല കേരള മുഖ്യമന്ത്രി. ഇതെന്താണ് കാരണം? ഈ ഒരു ക്ലിയർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അത് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആളായതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. അതിന് മറുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം. അതിന് മറുപടി കൊടുത്തതാണെന്ന് ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് ആണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൊടുത്തത്. അപ്പോൾ തനിക്കെതിരായിട്ട് ഒരു വ്യക്തിപരമായ ആരോപണം അല്ലെങ്കിൽ ഒരു പരാമർശം, രാഷ്ട്രീയ പരാമർശം വന്നാൽ ഏതറ്റം വരെയും പോയിക്കൊള്ളാം. അത് രാജീവ് ഗാന്ധിക്കെതിരായിട്ട് ആണെങ്കിലും ഏതറ്റം വരെയും പോയിക്കൊള്ളാം എന്ന് മുഖ്യമന്ത്രി അനുവാദം കൊടുത്തു എന്നുള്ളതാണല്ലോ. I told first phase and second phase elections, our prospectus are very good, excellent. The reports from the field is very clear that first and second phase Congress and India alliance is doing well. So in Kerala the voter turnout, the percentage has been less by at least about 7%. How will you see? There are certain reasons about that. One of the main reason I told yesterday, there is no much sufficient arrangement for the voters, those who are in the queue for 4 and 5 hours. The government machinery, election machinery, not properly worked out a strategy to keep the people for voting. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കുന്ന ശൈലി തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം DNA പരിശോധന വിവാദമടക്കം DNA പരിശോധന അടക്കമുള്ള CPM ഉന്നയിച്ച PV അൻവർ ഉന്നയിച്ച വാദങ്ങൾക്കെതിരായ നീക്കമാണ് KC വേണുഗോപാലിന്റെ വാക്കുകളിലുള്ളത്. വീണ്ടും ഇടവേളയാണ്, മടങ്ങി വരും.